Fine crafted traditional collections. Siren 3 by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മതേതര സർക്കാരിന് സാധ്യത തെളിഞ്ഞതായി RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ. കേരളത്തിൽ 20 സീറ്റിലും UDF വിജയിക്കും. തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ കൂടുതൽ വർഗീയ പ്രചരണം നടത്തിയത് CPM ആണെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബംഗാളിലേക്കുള്ള യാത്രക്കിടെ അങ്കമാലിയിലെത്തിയ NK പ്രേമചന്ദ്രൻ മൈൻഡ് ഓഫ് അങ്കമാലിയോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുൻപ് BJP നടത്തിയ പ്രചണ്ഡ പ്രചരണം നിഷ്പ്രഭമായി. കേവല ഭൂരിപക്ഷം നേടി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ 20 സീറ്റിലും UDF വിജയിക്കും. മോഡി വിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവുമാണ് സംസ്ഥാനത്ത് അലയടിച്ചതെന്നും പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നിശബ്ദമായ ഒരു വേവ് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ BJPയും BJPയുടെ നേതൃത്വത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണ ശൃംഖലയും ദേശീയ മാധ്യമങ്ങളുടെ പിൻബലത്തോടുകൂടി അവർ നടത്തിയിട്ടുള്ള ക്യാമ്പയിനിലൂടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മോദി മൂന്നാം ഊഴവും അധികാരത്തിൽ വരുമെന്നവർക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞു. പക്ഷെ ആ പ്രചരണം നിഷ്ഫലമായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. നമുക്കറിയാം, 1, 2, 3 ഘട്ടം പോളിംഗ് പൂർത്തീകരിച്ചപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ സർവേ നടത്തി. ആ എക്സിറ്റ് പോൾ സർവേയിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് നല്ല മുന്നേറ്റമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഒരു നയം മാറ്റം മാധ്യമരംഗത്ത് തന്നെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ചു പോരുന്നത്. മാത്രവുമല്ല, ആത്മവിശ്വാസമില്ലായ്മയാണ് മോദിയുടെയും ഗവൺമെന്റിന്റെയും BJPയുടെയും ആത്മവിശ്വാസമില്ലായ്മയുടെ പ്രത്യക്ഷമായ പ്രതിഫലനമാണ് നരേന്ദ്രമോദി തന്നെ തന്റെ പേര് പറഞ്ഞുകൊണ്ട് മൂന്നാം ഊഴം അധികാരത്തിൽ വരുമെന്നും 407 സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് എത്രയോ ബാലിശവും വികലവുമായിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ആത്മവിശ്വാസമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികരണങ്ങളാണ്. പ്രവർത്തകരിലും വോട്ടർമാരിലും ബോധപൂർവമായി പ്രതീക്ഷയും പ്രത്യാശയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ PR ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു പാർലമെന്റിനകത്തും പുറത്തും 400-ലധികം സീറ്റ് കിട്ടുമെന്നുള്ള ക്യാമ്പയിൻ തുടക്കം കുറിച്ചത്. പക്ഷെ ഇപ്പോൾ ആ ക്യാമ്പയിൻ അവർ ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഡെവലപ്മെന്റൽ ഇഷ്യൂ എടുത്തു, രണ്ടാമത് രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം എടുത്തു. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രത്യാക്രമണ രാഷ്ട്രീയമാണ് ഇപ്പോൾ എടുക്കുന്നത്. എത്ര ബാലിശമായിട്ടുള്ള വാദഗതികളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം മാറുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നണിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഡൽഹിയിൽ പോയാൽ അവിടുത്തെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഇന്നലെ വരെ BJPയെ പിന്തുണച്ചിരുന്നവരൊക്കെ തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മധ്യാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യ എതിരാളിക്കെതിരായി ഒരു കേസുണ്ടാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് 50-55 ദിവസം ജയിലിലടക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? അപ്പൊ BJPക്കുള്ളിലും RSSനുള്ളിലുമുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവർ മുഴുവൻ BJPക്ക് എതിരാകുന്ന ഒരു സ്ഥിതിയാണ്. ഇതാണ് പോകുന്നതെങ്കിൽ വീണ്ടും മോദി മൂന്നാം ഊഴം വന്നാൽ ഇന്ത്യൻ ജനാധിപത്യം ഉണ്ടാകില്ല, ഇന്ത്യൻ മതേതരത്വം പോകട്ടെ, ഇന്ത്യൻ ജനാധിപത്യം പോലും ഉണ്ടാകില്ല എന്നൊരു സ്ഥിതി വന്ന പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ട്രെൻഡ് മാറിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേവല ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള സർവ്വ സാധ്യതകളും ദേശീയ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു കാണും. കേരളത്തിലെ സ്ഥിതി ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ 20 ലോക്സഭാ സീറ്റുകളിൽ 20 ലോക്സഭാ സീറ്റിലും UDF ജയിക്കുമെന്നാണ്.
ചിലപ്പോൾ 1-2 സീറ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ 20 ഔട്ട് ഓഫ് 20 എന്നുള്ളതാണ് UDF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. UDFന്റെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. പിന്നെ തെരഞ്ഞെടുപ്പാണ്, 1-2-3 സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ വികാരത്തോടൊപ്പം അതിനേക്കാൾ ഏറെയോ ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് പിണറായി വിരുദ്ധ വികാരമായിരുന്നു. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം ഇത്രയേറെ പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള അമർഷം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള അമർഷത്തിന് സമാനമായ നിലയിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വെറുപ്പും അറപ്പും വോട്ടർമാരിൽ പ്രതിഫലിച്ചത്. അവരുടെ പെൻഷൻ നിഷേധിച്ചത്, അതുപോലെ ഇവരുടെ ധൂർത്ത്, ആർഭാടം, ആഡംബരം, അതുപോലെ ഈ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, വിലക്കയറ്റം, പാർട്ടിയുടെ സമഗ്രാധിപത്യം, അങ്ങനെ 8 വർഷക്കാലം പിന്നിടുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരത്തിന്റെ അതിശക്തമായിട്ടുള്ള കൊടുങ്കാറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ കൊടുങ്കാറ്റിനോടൊപ്പം ആഞ്ഞു വീശുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2 ഘടകങ്ങളും കൂടി ഒത്തുചേരുമ്പോൾ 20 സീറ്റിൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതാൻ കഴിയും, ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് പൊതുവേ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് CPM ആണ്. ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറഞ്ഞു, BJP നടത്തിയതിനേക്കാൾ വർഗീയ സാമുദായിക പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് CPM ആണ്. വടകര സീറ്റിലായാലും കൊല്ലം ലോക്സഭാ സീറ്റിലായാലും 20 ലോക്സഭാ സീറ്റിലും സാമുദായികാടിസ്ഥാനത്തിലുള്ള വർഗീയ പ്രചരണമല്ലാതെ എന്ത് പ്രചരണമാണ്, രാഷ്ട്രീയ പ്രചരണം അവർ നടത്തിയത്? ഇപ്പൊ ഞാൻ മത്സരിച്ച കൊല്ലം ലോക്സഭാ സീറ്റിൽ 2 ഞാൻ ജയിച്ചാൽ BJPയിൽ പോകും, ഞാൻ ഹിന്ദുത്വ വർഗീയവാദിയാണ്, നരേന്ദ്രമോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നതിന്റെ പേരിലായിരുന്നു എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം. അങ്ങനെ മുസ്ലിം മത ന്യൂനപക്ഷത്തെ എന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി. എനിക്കെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ സാമുദായിക പശ്ചാത്തലത്തിന്റെ പിൻബലത്തോടു കൂടി പറഞ്ഞത് എന്താ? CPMന്റെ ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ളവർ ആ സമൂഹത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോലും പോയി പറഞ്ഞത്, നമ്മുടെ സമുദായത്തിന് 34 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ലോക്സഭയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളെല്ലാം കക്ഷി രാഷ്ട്രീയവും മുന്നണി രാഷ്ട്രീയവും മറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിക്കണമെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോയി സമുദായം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന സ്ഥിതി വന്നു എന്ന് ചോദിച്ചാൽ, സാമുദായിക അടിസ്ഥാനത്തിലുള്ള വർഗീയ പ്രചരണം കേരളത്തിൽ മുഴുവൻ നടത്തിയത് ഈ CPM ആണ്. വടകരയിൽ ഷാഫി പറമ്പിൽ, എത്ര മതേതരവാദിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ അവസാനം കാഫർ പ്രയോഗം നടത്തി. ആരാ നടത്തിയത്? CPMന്റെ നേതൃത്വത്തിലല്ലേ? എന്നിട്ട് അതിനുശേഷം DYFIയുടെ നേതൃത്വത്തിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ. ഇത്രയും ഇരട്ടത്താപ്പുള്ളൊരു പാർട്ടി, ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു, കേരളത്തിൽ സാമുദായിക വർഗീയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്, ഏറ്റവും കൂടുതൽ നടത്തിയത് BJP വർഗീയ പാർട്ടിയാണ്. വർഗീയ പ്രചരണം നടത്തും, നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല. അതിന്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി സാമുദായികാടിസ്ഥാനത്തിലുള്ള വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് CPM ആണ്. അതാണല്ലോ വയനാട് പോലും പച്ചക്കൊടി ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ വൃന്ദാക്കാരായിട്ട് INLന്റെ പച്ചക്കൊടി ഉയർത്തി കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട റാലി നടത്തുക എപ്പോ? 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിച്ച് അവരെ സാമുദായികമായ ഒരു വികാരം വളർത്തിക്കൊണ്ടുവരാൻ, അതുവഴി അവരുടെ പിന്തുണ ആർജിക്കാൻ CPM നടത്തിയ പരിശ്രമങ്ങൾ ആ സമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുസ്ലിം സമൂഹം അത് തിരിച്ചറിഞ്ഞു. ഇവർ ബോധപൂർവമായി BJPയെ സഹായിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അത് ചർച്ചയായാൽ അതിന്റെ ഗുണഭോക്താവ് BJP ആയിരിക്കും. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയെ പോലെ തന്നെയാണ് പല കാര്യങ്ങളും ബോധപൂർവ്വം നമ്മൾ ചർച്ചയാക്കിയില്ല. കാരണം ചർച്ചയാക്കുന്നത് എന്തിനാണ്? BJPക്ക് വോട്ട് നേടാനാണ്. CPM അത് ചർച്ചയാക്കുന്നതിന് സഹായകരമായ നിലപാടല്ലേ പിണറായി വിജയൻ കേരളത്തിൽ 14 ജില്ലകളിലും പോയി റാലി സംഘടിപ്പിച്ച് സംസാരിച്ചത്? അപ്പോൾ അതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്.
പിണറായി വിജയൻ കേരളത്തിലെ BJPയുടെ ഏജന്റാണ്, പൊളിറ്റിക്കൽ ഏജന്റ് ഓഫ് BJP. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPMന്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള, CPMന് ആകെയുള്ള മുഖ്യമന്ത്രി, ഇരട്ടച്ചങ്കുള്ള മതേതരവാദി എന്നൊക്കെ CPM സൈബർ സഖാക്കൾ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഔദ്യോഗിക യാത്രയല്ലല്ലോ, ഏതെങ്കിലും അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദേശയാത്രയല്ലല്ലോ, ഭാര്യയും മക്കളും മകളും മരുമകനും കൊച്ചുമക്കളുമായി ഉല്ലാസയാത്രയ്ക്ക് 21 ദിവസം പോവുക എന്ന് പറഞ്ഞാൽ എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ്. ഞാനിന്ന് ബംഗാളിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന്. എന്തേ അദ്ദേഹം ബംഗാളിൽ പോകുന്നില്ല, ത്രിപുരയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ CPM മത്സരിക്കുന്ന ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോകുന്നില്ല? ഏക മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ BJPക്കെതിരെ പറയാൻ കഴിയില്ല. അവിടെ BJPയുമായിട്ടാണ് നേരിട്ട് മത്സരം. BJPയുമായി നേരിട്ട് മത്സരമുള്ള സ്ഥലത്ത് പോയി പ്രസംഗിച്ചാൽ, BJPയുടെ അപ്രീതി സമ്പാദിച്ചാൽ SNC ലാവലിൻ കേസെടുക്കും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസെടുക്കും, എക്സാലോജിക്കൽ കേസിൽ നടപടി വരും. നല്ലതുപോലെ അറിയും. ഇത് ഒരു കേസുമില്ലാതിരുന്നിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അപ്പൊ പിന്നെ ഈ കേസുകളുള്ള പിണറായി വിജയനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയും. അത് ഭയന്നിട്ടല്ലേ ഉല്ലാസയാത്രയ്ക്ക് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തെ അനാഥമാക്കിയിട്ടതിന് ശേഷം പോയത്? അപ്പൊ ഇതാകെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ BJPയെയും വർഗീയതയെയും പരിപോഷിപ്പിക്കുന്നത് CPM ആണ്. യഥാർത്ഥ മതേതര ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ആണ്. ഇത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗത്തിന് നല്ലതുപോലെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും മതേതര ജനാധിപത്യ സമൂഹത്തിന്റെയും മുഴുവൻ വോട്ടും UDFന് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കനത്ത ആത്മവിശ്വാസത്തോടെ 20 സീറ്റും ജയിക്കും എന്ന് ആവർത്തിച്ച് പറയുന്നത്. കൊല്ലം മണ്ഡലത്തിലും ഞങ്ങൾ ജയിക്കും. ഭൂരിപക്ഷത്തിന്റെ തോതിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ മോശമല്ലാത്ത ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് കൊല്ലത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളത്. BJPയേക്കാൾ വലിയ വർഗീയ പ്രചരണമാണ് കേരളത്തിൽ CPM നടത്തിയത്. കേരളത്തിൽ BJPയുടെ ഏജന്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫനും പ്രേമചന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.